മുത്തുമണികളെ, ഉറക്കം ഒരു വഴിക്ക് പോകുന്നില്ലല്ലോ മുത്തുമണികളെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം, ഇല്ലെങ്കിൽ എന്റെ മുഖം ദാ ഉറക്കത്തുമ്പി പോലെ ഇരിക്കും. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വോട്ടാണ്. വോട്ടിടാനായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പം ദാ ഉറക്കം എഴുന്നേറ്റ് ഇനിയൊന്ന് മുഖം കഴുകണം, മുഖം കഴുകിയിട്ടില്ല. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് ഇലക്ഷൻ ആണ്, അപ്പൊ വോട്ടിടാൻ പോകണം. അപ്പൊ ഞാൻ പോയി വോട്ടിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ സൂസൂന് പോകാൻ പറ്റത്തുള്ളൂ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ എവിടെ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ശുണ്ടാപ്പിയും കുട്ടുമണിയും ഉള്ളത് കൊണ്ട് അവർ രണ്ടുപേരും തനിച്ചാക്കിയിട്ട് പോവാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ പോയി ഇട്ടിട്ട് വന്നതിന് ശേഷം അമ്മ പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റൊന്ന് റെഡി ആവാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഇതിൽ ഞാൻ ഒരു മനപ്രയാസത്തിലാണ് നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ മുഖം കഴുകാനായിട്ട് പോവാണ്. ഇനിയിപ്പോ പാലുകാരൻ ഓലിമുത്തു ഇപ്പൊ വരും. ഓലിമുത്തു വന്ന് പാല് കറന്നിട്ട് പോയതിനു ശേഷം ചായയും കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പല്ല് തേക്കത്തുള്ളൂ. അപ്പൊ ദാ മുഖം കഴുകുന്ന സീനാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ദാ മുഖം കഴുകി കഴിഞ്ഞു. ഇപ്പം സുന്ദരിയായിട്ടില്ലേ മുത്തുമണി? മുഖം കഴുകിയതിന് ശേഷം മുഖം കഴുകിയിട്ട് വന്നതിന് ശേഷം ഞാൻ വെള്ളം കുടിക്കുകയാണ്. പച്ചവെള്ളം 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. മിക്കുള്ള ദിവസങ്ങളിലും കുടിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ കുടിക്കുകയാണ്. വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും മുത്തുമണി. അതുകൊണ്ട് അതുമല്ല നമ്മുടെ ശരീരത്തിന് ഒരു നല്ലൊരു കുളിർമ കിട്ടും. അങ്ങനെ ഓലിമുത്ത് കറക്കാൻ എത്തിയിട്ടുണ്ട്. ഇനി കറവ കഴിഞ്ഞ് പിന്നെ കറവക്കാരൻ തന്നെ പാല് കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് സൊസൈറ്റി കൊണ്ടുപോകണ തലവേദന ഇപ്പൊ എനിക്കില്ല. ഇങ്ങനെ നമ്മുടെ ശുലോപ്പി നോക്കുന്നുണ്ട് അവരുടെ അമ്മയുടെ പാല് കറക്കുന്നത്. ഈ കറവ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾക്ക് പാല് കുടിക്കാൻ ഒക്കുള്ളൂ. അപ്പം അതിന്റെ ഒരു ടെൻഷനിലും ആവേശത്തിലുമാണ് അവൾ നിന്ന് നോക്കുന്നത്. എടാ ദുഷ്ടാ, നീ എല്ലാ പാലും കറന്നുകൊണ്ട് പോകുന്നുണ്ടോ എന്നാണ്. അപ്പൊ അവിടെ നോക്കി നമ്മുടെ കുട്ടുമണി എന്നെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. എന്താണ് രാവിലെ ഇവക്ക് ഇവിടെ പരിപാടി? ഒരു ഫോൺ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളൂ രാവിലെ, ഞങ്ങളിവിടെ ശല്യം ചെയ്യാനായിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടുമണി അവിടെ ദീക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ അമ്മ പിന്നെ നമ്മുടെ സുലോപ്പിനെ അങ്ങോട്ടൊന്ന് മാറ്റി കെട്ടി. അങ്ങനെ കറവയൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ശുലോപ്പിക്ക് പാല് കുടിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ശുലോപ്പി മാക്സിമം ഇടിച്ചും തട്ടിയും മുട്ടിയൊക്കെ പരമാവധി കുടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ ചൂടോടെ തന്നെ ചായ ഇടുന്നുണ്ട്. ചായ തിളച്ചു പതച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടെ ഈ സമയത്ത് രാവിലെ ചായ കുടിക്കുമ്പോൾ നല്ലൊരു എനർജിയും നല്ലൊരു പോസിറ്റിവിറ്റിയും നല്ലൊരു വൈബും ഒക്കെ കിട്ടും. ചായ അടിച്ചൊഴിക്കുവാണ്. ഇങ്ങനെ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊഴിക്കുമ്പോഴത്തേക്കും ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഒഴിച്ചു. ഇനി ചായ ഒഴിച്ചു കുടിച്ചതിന് ശേഷം ഇനി കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നതിന് ശേഷമേ ഞാൻ പിന്നെ പല്ല് തേക്കാനുള്ള ഒരു സീനിലോട്ടാണ് പോകുന്നത്. ഇനി കുറച്ചു നേരം ചായ കുടിച്ചുകൊണ്ട് ഞാനും അമ്മയും കൂടി കുറച്ച് പരിദൂഷണങ്ങളും നുണയും കൊതിയൊക്കെ പറയുകയാണ് മുത്തുമണീസ്. ഇനി വോട്ടിടുന്നതിനെ പറ്റി കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ തന്നെ ഇവിടെ ഒരു നിഗമനത്തിലൊക്കെ എത്തിയിട്ട് ഇനി ഞാൻ വോട്ടിടാൻ പോകുന്നത്. ഇനി പോകണോ, രാവിലെ പോകണോ വേണ്ടെന്നൊക്കെ ഉള്ളൊരു മടിയിലാണ് ഞാൻ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടിട്ട് ചർച്ച ചെയ്ത് സമയം താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുത്തുമണികളെ. നല്ല മഴക്കോളുണ്ട്. ഈ വോട്ട് ലിസ്റ്റിൽ പേരില്ല. പഞ്ചായത്ത് വോട്ടിലുണ്ട്. ഇതിൽ നിന്നാണ് അരിഞ്ഞ് കേട്ടത് പൂക്കണമെന്നാണ് ഉള്ളതുകൊണ്ടല്ലേ ലിസ്റ്റ് കൊണ്ട് വരുന്നത്. ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ട്
അങ്ങനെ വിശദമായിട്ടുള്ള പരദൂഷണം പറച്ചിലും ചർച്ചയും നുണയും കൊതിയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പല്ല് തേക്കുകയാണ്. ഈ പല്ല് തേച്ചിട്ട് നേരെ റെഡി ആയിട്ട് പോളിംഗ് ബൂത്തിലോട്ട് വോട്ടിടാൻ പോവാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പം പല്ല് ഞാൻ വേഗം ഒന്ന് തേക്കട്ടെ, വേഗം തേച്ചിട്ട് റെഡി ആയിട്ട് എനിക്ക് വേഗം പോയിട്ട് തിരിച്ചു വരാനുള്ളതാണ്. അപ്പൊ ഓക്കെ, ഞാൻ റെഡി ആയി കഴിഞ്ഞു, ഇനി പോവാനുള്ള ഒരു ഇതിലാണ്. അപ്പം ഞാൻ പോയി വോട്ടിട്ടിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റാ. അപ്പൊ ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം മുത്തുമണി. ഞാൻ വഴിയിലെത്തി കേട്ടോ, പാകടി, അതായത് പോളിംഗ് ബൂത്തിന്റെ അടുത്തുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ പല നിരവധി പാർട്ടീസിന്റെയൊക്കെ ഓരോ തോരണങ്ങളും അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ ക്യൂവിൽ നിൽക്കുകയാണ് വോട്ടിടാനായിട്ട്. എന്റെ ബാക്കിൽ ആകെ ഒരു താത്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലോട്ട് നിര കിടക്കുകയാണ് മുത്തുമണി ക്യൂ. അപ്പൊ ഇനി ഇതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. എന്തായാലും ഞാൻ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പം 8:30 ഇനി അതായത് ഇപ്പം സ്ത്രീകളുടെ അടുത്ത് ക്യൂ ഇത്രയുണ്ട്. പിന്നെ അതായത് പുരുഷന്മാരുടെ ക്യൂ ഏകദേശം ഇത്രയും ഉണ്ട് കേട്ടോ. വലിയ ക്യൂ അല്ല, പെട്ടെന്ന് തീരുന്ന ഒരു ക്യൂ തന്നെയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മുത്തുമണി എന്റെ ബാക്കിൽ ഇത്രയും ക്യൂ ആയി പിന്നെയും. അപ്പൊ എന്തായാലും ഞാൻ ഏകദേശം വോട്ടിടാൻ കയറാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ മുത്തുമണി വോട്ടിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ടുള്ള എന്റെ കുറച്ച് ഇതൊക്കെയാണ് ഇനി കാണിക്കുന്നത്. വോട്ടിട്ടത് എന്നുള്ളൊരു രേഖ കാണിക്കുന്നത്. അപ്പം എന്റെ വോട്ടിങ് കഴിഞ്ഞു. എന്റെ വിരലിൽ പശു വരട്ടിയതുണ്ട്. അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി കുറച്ച് നേരം ഇനി ലോകത്ത് ആദ്യമായിട്ട് വോട്ടിടുന്ന ആള് ഞാനാണെന്നുള്ള രീതിയിൽ ഇനി കുറച്ച് കോഷ്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ ഇനി ഇതെല്ലാരും കാണിക്കണം. അപ്പം ടാറ്റാ, ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് മുത്തുമണി. ഇത് വഴിയാണ് കേട്ടോ വോട്ടിടാൻ പോണത്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ദൂരെയായിട്ടാണ് എന്റെ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഇത് വഴി വണ്ടികൾ സ്കൂട്ടിയൊക്കെ ഇറങ്ങി വരുന്നില്ല, അത് വഴിയും പോകരുത് മുത്തുമണീസ്. ഞാൻ വീടെത്തി മുത്തുമണീസ്. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും സുലോപ്പി നോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് സുലോപ്പി നോക്കുവാണ്. അവള് ബാക്കിൽ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറെ നേരമായിട്ട് വന്ന് ഈ FB-ലൊക്കെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ ഓരോന്ന് കാണിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ക്യാമറയിൽ ഒരാൾ അവിടെ നിൽക്കുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പാലും രാവിലെ ചായ ഇട്ടതിന്റെ ബാക്കി പാലും ഉണ്ടായിരുന്നു. പിന്നെ പഴവും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവർ രണ്ടുപേരെ അങ്ങ് തട്ടിയിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യമെന്ന്. അങ്ങനെ എന്റെ വയറ്റിനും വിശപ്പിനും ഒരു ശമനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലും പഴവും കൈകളിലേന്തി. അപ്പൊ പാലും പഴവും കൈകളിലേന്തി നൈസായിട്ട് തട്ടാനുള്ള പ്ലാനിലാണ് മുത്തുമണി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പാല് കുടിക്കുന്ന ഒരു ദേഹമാണോ ഈ ഇരിക്കുന്നത്? ഇത് സ്ഥിരമായിട്ടുള്ള കുടിയൊന്നും അല്ല കേട്ടോ. ഇത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പാല് കുടിയൊന്നുള്ള ഒരാളെ അല്ല. അപ്പൊ പാലും പഴവും ഞാൻ തട്ടി വിടുന്നുണ്ട്. തട്ടി വിട്ടതിന് ശേഷം ഇനി എനിക്ക് ശരിക്കും പണികൾ കിടക്കുവാണ്. അപ്പൊ ആ നിറയുള്ള പണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പഴം തട്ടുകയാണ്. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് 2 പഴവും ഞാൻ നൈസായിട്ട് അങ്ങ് തട്ടി. ഇനി പാലും പഴവും കുടിച്ചിട്ട് ഒരു എനർജിയിൽ ബാക്കി പണികളൊക്കെ ചെയ്യാലോ. ഞാൻ പാലെല്ലാം കുടിച്ച് തീർന്നു മുത്തുമണീസ്. അയ്യോ, അങ്ങനെ ഇത്തിരി ആശ്വാസവും ജീവനും വീണിരിക്കുകയാണ് മുത്തുമണി. അങ്ങനെ പാലും പഴവും ഒക്കെ ഞാൻ ഫിനിഷാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്നപ്പോഴത്തേക്കാണ് കസിൻ സിസ്റ്റർ വീട്ടിൽ വന്ന കാര്യം അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവരെ വീട്ടിലോട്ട് പോവുകയാണ് അവളെ കാണാനായിട്ട്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് അവരെ വീട്ടിൽ പോയി കാണാറുണ്ട്. അങ്ങനെ കസിൻ സിസ്റ്റർ വീടാണിത്. അപ്പൊ ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നു. ഇനിയിപ്പോ വൈകിട്ട് അവൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. അപ്പൊ അതിന് മുന്നേ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആളില്ലേ ഇവിടെ? ആളുണ്ടോ അവിടെ? ആളുണ്ടോ അവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നത്. ഫോട്ടോ അല്ല, വീഡിയോയാണ്. നിന്നെ കിട്ടിയില്ലല്ലോടെ ഇതിരിക്കുന്നേ. എടി നിനക്കുള്ള സ്ലിപ്പ് കിട്ടിയാടി.
അപ്പൊ ടാറ്റ മുത്തുമണീസ്, കുറച്ച് കഴിഞ്ഞ് വരാം. ഇനി കുറച്ച് നുണയും കുതിയൊക്കെ പറയട്ടെ. ഇതാ എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. ഇനി വോട്ടിട്ടതിന്റെ ക്ഷീണം തീർക്കാനായിട്ട് കാപ്പി കുടിക്കട്ടെ മുത്തുമണീസ്. കാപ്പി കുടിക്കാനായിട്ട് എന്താ ഞാൻ കാപ്പി എടുത്ത് വെച്ച് ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലവും ഡെയിലി ഇരിക്കുന്ന സ്ഥലവുമാണിത്. അപ്പൊ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങി. വോട്ടിട്ടതിന്റെ ക്ഷീണം ഭയങ്കരമാണേ. അപ്പൊ ക്ഷീണം ഒന്ന് തീർക്കണമല്ലോ. അപ്പൊ ഞാൻ കാപ്പി കുടിച്ചൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ സൂസിന് വോട്ടിടാൻ പോകാനായിട്ട് പറ്റത്തുള്ളൂ. സൂസ് പക്ഷെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തുമണീസ്, ഞാൻ കാപ്പിയൊക്കെ സമാധാനമായിട്ട് കുടിക്കട്ടെ. ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല. ഞാൻ ഇനി ഇങ്ങനെയും കൂടി ഇരുന്നൊന്ന് കഴിക്കട്ടെ. അപ്പൊ ഏതാണ്ട് കഴിച്ച് തീരാറായിരിക്കുകയാണ്. ഏതാണ്ട് ഫിനിഷ് ആവാറായിരിക്കുകയാണ്. അതാ എന്റെ പ്ലേറ്റ് നോക്കുമ്പോ അറിയാം. ആഹാ, എന്ത് സുഖം, എന്തൊരാനന്ദം. ഇപ്പം വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ്. അതായത് ഇന്ന് എലക്ഷൻ ഡേ ആയിട്ടുള്ള വിശേഷങ്ങള്, വോട്ടിടാൻ പോയതിന്റെ വിശേഷങ്ങൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ പറയാം, കാണിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളുമാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ടാറ്റാ മുത്തുമണീസ്.